നിർധനരായ രോഗികൾക്കുള്ള കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതിയോട് ബജറ്റിലും സർക്കാർ അവഗണന കാട്ടിയതോടെ പദ്ധതിയുടെ മുന്നോട്ട് പോക്ക് അവതാളത്തിൽ. 1800 കോടി കുടിശ്ശിക ഉണ്ടെന്നിരിക്കെ 700 കോടി മാത്രമാണ് വകയിരുത്തിയത്. പദ്ധതിയിൽ നിന്ന് പൂർണ്ണമായി പിന്മാറാൻ ഒരുങ്ങി എംപാനൽ ചെയ്ത ആശുപത്രികൾ. വിനീഷ് ചേരുന്നുണ്ട് വിവരങ്ങളുമായി. വിനീഷ്, ബജറ്റിലാകട്ടെ സാധാരണ ജനങ്ങൾക്ക് വേണ്ടി ഒന്നുമില്ല എന്നുള്ള പരാതികളും ആക്ഷേപങ്ങളും നിലനിൽക്കുകയാണ്. ഇത്തരത്തിൽ കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതിയോട് പോലും ഒരു അവഗണന സർക്കാരിന്റെ ഭാഗത്ത് നിന്നും ഉണ്ടായിരിക്കുന്നത് മാത്രവുമല്ല, ഇതൊരു പരാജയമായി മാറുമ്പോൾ എംപാനൽ ചെയ്ത ആശുപത്രികളിൽ നിന്ന് പിന്മാറുന്ന ഒരു സാഹചര്യവും കൂടെ ഉണ്ടല്ലോ പൂർണ്ണമായി. ഇത് ജനങ്ങൾക്ക്, പ്രത്യേകിച്ച് സാധാരണ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു തിരിച്ചടിയല്ലേ? തീർച്ചയായിട്ടും ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയ തിരിച്ചടിയാണ്. കാരുണ്യ പദ്ധതിയെ ആശ്രയിക്കുന്ന ലക്ഷക്കണക്കിന് രോഗികളാണ് ഇപ്പോഴും സംസ്ഥാനത്തുള്ളത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ കാരുണ്യ പദ്ധതി ഇടത് സർക്കാർ പല ഘട്ടങ്ങളിലായും കൊട്ടിഘോഷിച്ചുള്ള ഒരു പദ്ധതി തന്നെയാണ്. ഇത്തവണ കാരുണ്യ പദ്ധതിയിൽ മാത്രം സർക്കാരിന് വിവിധ സ്വകാര്യ ആശുപത്രികളിലും ഒപ്പം തന്നെ വിവിധ സ്വകാര്യ മെഡിക്കൽ കോളേജുകളിലും ഉൾപ്പെടെ നൽകാനുള്ളത് ഏകദേശം 500 കോടിയിലധികം രൂപയാണ്. അങ്ങനെ മൊത്തത്തിൽ നമ്മൾ കണക്ക് നോക്കുമ്പോൾ 1800 കോടിയിലധികം രൂപ സംസ്ഥാന സർക്കാർ ഈ കാരുണ്യ പദ്ധതിയിൽ വിവിധ സ്വകാര്യ ആശുപത്രികളിലും മറ്റു ഇനത്തിലും രോഗികൾക്ക് സഹായമായി നൽകാനുണ്ട്. ആ ഒരു തുക നിൽക്കെ സംസ്ഥാന സർക്കാർ ഈ കഴിഞ്ഞ ബഡ്ജറ്റിൽ അനുവദിച്ചിരിക്കുന്ന തുക എന്ന് പറയുന്നത് വെറും 700 കോടി രൂപ മാത്രമാണ്. അങ്ങനെ പരിശോധിക്കുമ്പോൾ ഈ സാധാരണക്കാരായ നിർധനരായ രോഗികളുടെ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് അല്ലെങ്കിൽ അവരുടെ നിരന്തരമായ ചികിത്സയ്ക്കായി ഈ കാരുണ്യ പദ്ധതിയെ ഇനി വരും ദിവസങ്ങളിൽ ഉപയോഗിക്കാൻ സാധിക്കില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സ്വകാര്യ മാനേജ്മെന്റ് ആശുപത്രികൾ ഈ കാരുണ്യ പദ്ധതിയുമായി എംപാനൽ ചെയ്തിട്ടുള്ള ആശുപത്രി അധികൃതർ യാതൊരു കാരണവശാലും ഇനി പദ്ധതിയുമായി മുന്നോട്ട് പോകില്ല എന്നാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. പ്രധാനമായും നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത് ഇത്തരത്തിലുള്ള ഒരു കാര്യമാണ്. എടുത്തു പറയേണ്ടത്, ഈ ഒരു സ്വകാര്യ മെഡിക്കൽ കോളേജുകളുണ്ട്. സംസ്ഥാനത്തെ സ്വകാര്യ മെഡിക്കൽ കോളേജുകൾ ഈ പദ്ധതിയുമായി മുന്നോട്ട് പോയില്ലെങ്കിൽ അത് വലിയ തോതിൽ സാധാരണക്കാരായ രോഗികളെ വലയ്ക്കും എന്ന കാര്യത്തിൽ സംശയമില്ല. ഓരോ മെഡിക്കൽ കോളേജുകളിലും ഏകദേശം 40 കോടിയിലധികം രൂപ ഈ കഴിഞ്ഞ വർഷം മാത്രം സംസ്ഥാന സർക്കാർ നൽകാനുണ്ട്. ആ വക എങ്ങനെ നൽകും എന്ന് സംബന്ധിച്ചുള്ള കൃത്യമായ വിവരങ്ങൾ കഴിഞ്ഞ ബഡ്ജറ്റിൽ ഒന്നും തന്നെ കൃത്യമായി സർക്കാർ വ്യക്തമാക്കാത്ത സാഹചര്യം തന്നെയാണ് ഉള്ളത്. ഈ ഒരു ഘട്ടത്തിലാണ് സാധാരണക്കാരായ രോഗികൾ ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്ന കാരുണ്യ പദ്ധതി നിർത്തലാക്കാൻ ഇടത് സർക്കാർ ശ്രമിക്കുന്നു എന്ന് സംബന്ധിച്ചുള്ള മാനേജ്മെന്റ്, പ്രത്യേകിച്ച് സ്വകാര്യ മാനേജ്മെന്റ് അസോസിയേഷന്റെ ആ ഒരു നിലപാട് ശരിവെക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തുന്നത്. നിലവിൽ സ്വകാര്യ ആശുപത്രി മാനേജ്മെന്റ് അസോസിയേഷൻ നിലവിലെ സാഹചര്യത്തിൽ ഇതിനെതിരെ പ്രതിഷേധവുമായി രംഗത്തെത്തിയിട്ടുണ്ട്. കാരണം 1800 കോടിയിലധികം രൂപയാണ് ഈ പദ്ധതിയുമായി സംസ്ഥാന സർക്കാരിന് ബാധ്യതയുള്ളത്. ആ ബാധ്യത തീർക്കാൻ പോലും സർക്കാർ യാതൊരു വിധമായ നടപടിയും ബഡ്ജറ്റിൽ പ്രഖ്യാപിച്ചില്ല. 700 കോടി രൂപ മാത്രം ബഡ്ജറ്റിൽ വിലയിരുത്തുമ്പോൾ പദ്ധതിക്ക് തന്നെ തുരങ്കം വയ്ക്കുന്ന, കാരുണ്യ പദ്ധതിക്ക് തന്നെ തുരങ്കം വയ്ക്കുന്ന നടപടിയിലേക്ക് ഇടത് സർക്കാർ നീങ്ങുന്നു എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ദേവിക. ശരി, എന്തായാലും സാധാരണ ജനങ്ങൾക്ക് പല രീതിയിലും ബുദ്ധിമുട്ടുകൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നു. മാത്രമല്ല, സർക്കാരിന്റെ സംസ്ഥാനത്തെ സാമ്പത്തിക പിരിമുറുക്കം എത്രത്തോളം ജനങ്ങളിൽ ആഘാതം ഏൽപ്പിക്കുന്നു എന്നുള്ളതും ഇതിലൂടെ വ്യക്തമാണ്.